കോഴിക്കോട് പോവാണ് കേട്ടോ. ട്രിപ്പാണ്. റോഡുകൾ ഇനി ഇവിടുന്ന് കുറച്ച് നേരം ഞങ്ങൾ അടിപൊളി റോഡാണ് കേട്ടോ. ഒരു ഇപ്പൊ കഴിയും. കഴിഞ്ഞോ നല്ല രസമല്ല? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ പള്ളി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇത് ശരിക്കും മദേഴ്സ് ഡേ അല്ല, വുമൻസ് ഡേൻ്റെ അന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അന്ന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ലഗൂൺ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം അടുത്താണ് നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തത് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. പാർക്കിങ്ങിന് അവിടെ നല്ല റഷ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ എന്തോ ഒരു നോമ്പ് തുറയുടെ എന്തോ ഒരു ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞ് ഔട്ടിങ് ഞങ്ങൾ വിനിച്ചേട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് ഓഫർ ചെയ്തത്. വുമൻസ് ഡേ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോവാം. പിന്നെ മേമ പോവാണ്. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തൊന്നും ഒരുമിച്ചൊരു കൂടലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് പോവാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ടിങ് ഡേ കൂടെയാണ് കേട്ടോ ഇന്ന്. ഡോറ് തുറന്ന് ഉള്ളിലെത്തിയപ്പോഴാണ് ഫുള്ള് ബുക്ക്ഡല്ല, എല്ലാ ടേബിളും ഫില്ലാണ് കേട്ടോ. അപ്പം റെസ്റ്റോറൻറ്റിൽ മാനേജർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു മേലെ വേക്കൻ്റ് ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പം ഒരു ടേബിൾ വേക്കൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്റ്റെപ്പ് കയറി തന്നെയാണ് മാർഗം എന്ന് വിചാരിച്ച് ഞങ്ങൾ മേലേക്ക് പോയിട്ട്, കാരണം എല്ലാവർക്കും കൂടെ ഇരിക്കാൻ പറ്റുന്നത് മേലെയായിരുന്നു. മേലെയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ടേബിൾസൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ക്യാമറമാൻ വിൻചേട്ടനും കൂടി ഉണ്ട് എൻ്റെ കൂടെ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകുമ്പോഴും ഞാനാണ് ക്യാമറയും പിടിച്ച് നടക്കുന്നതുകൊണ്ട് എനിക്കങ്ങ് ഫുള്ളായിട്ടങ്ങ് ഒന്ന് എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്കൊന്നും പറ്റാറില്ല കേട്ടോ. ഈ ക്യാമറ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട്. അപ്പോൾ ഇന്ന് വിൻചേട്ടനുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ നിന്ന് അടിപൊളിയായിരുന്നേ. വിൻചേട്ടൻ തന്നെ ഷോർട്സിനുള്ളതും അതുപോലെ ഫുൾ വീഡിയോയ്ക്കുള്ളതൊക്കെ വിൻചേട്ടൻ തന്നെ കേട്ടോ ഷൂട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ബട്ടർ നാൻ ഉണ്ടായിരുന്നു, അതുപോലെ അഫ്ഗാനി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഗ്രേവി അങ്ങനെ സ്പൈസി ഉണ്ടായിരുന്നില്ല, അതുപോലെ ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. വാമിക്കുട്ടൻ അങ്ങനെ കാര്യമായിട്ട് ഒന്നും കഴിച്ചില്ല. അപ്പൂസൻ ഫുഡ് വരുന്നത് വരെ നല്ല ഓടിക്കളിയൊക്കെയായിരുന്നു. പക്ഷേ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആളുടെ വയറ് നിറയുന്നത് വരെ ആൾ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കൈയും കഴുകണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ആൾക്ക് പോയി കൈയും കഴുകണം. അങ്ങനെ വാമിക്കുട്ടൻ പക്ഷേ അങ്ങനെ കഴിച്ചിട്ടില്ല. ജിംബുവിന് ബട്ടർ നാൻ അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചിക്കൻ വെച്ച് കഴിച്ച് അവൾ വയറ് നിറച്ചു കേട്ടോ. കുഞ്ഞു ബേബി ഫുഡ് വരുന്നവരെ നല്ല കളിയായിരുന്നു. ഫുഡ് വന്നതോടുകൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം അനിയത്തി ഫീഡിങ്ങിനായിട്ട് അങ്ങോട്ട് മാറി നിന്നു കേട്ടോ. പിന്നെ ആളാണെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതായിരുന്നു, ഈശ്വര എനിക്ക് ഈ സിറ്റുവേഷനൊക്കെ വരില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് നല്ല വിശന്ന് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുകയാണെങ്കിലും ആരെങ്കിലുമൊക്കെ വാരിത്തരുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഒട്ടും. പക്ഷേ ആ കാര്യത്തിൽ അവളെ അമ്മയുടെ പോലെയൊക്കെ തോന്നുന്നു. അമ്മ ഫുഡൊക്കെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അമ്മ അവരെ മക്കളുടെയൊക്കെ വയറ് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അമ്മ പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. അവരുണ്ട് ആ കാര്യത്തിൽ സെയിമാണ് കേട്ടോ. പക്ഷേ ഞാൻ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് ഞാനും ഒപ്പം കഴിക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഒരു മനസ്സിലാലോചിച്ചൊരു തൃപ്തി അടഞ്ഞു. അതൊക്കെ പോട്ടെ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് ഞാൻ ഒരു മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വളരെ നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊന്നുമല്ല ഞാൻ ഈ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്ത്. ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് ഈ ഒരു മെറ്റേണിറ്റി ഷൂട്ട് ചെയ്യണമെന്നുള്ളത് കേട്ടോ. ഒന്ന് വയറൊക്കെ കാണിച്ചൊരു മെറ്റേണിറ്റി ഷൂട്ട് ചെയ്യണമെന്ന്, വെറും മെറ്റേണിറ്റി ഷൂട്ടല്ല. അതുപോലെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കൈയൊക്കെ ഭയങ്കര ഷിവറിങ് ആയിരുന്നു. അമ്മൂട്ടി ഉണ്ടായിരുന്നു കൂടെ. അമ്മൂട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എനിക്ക് ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ചേട്ടന്മാരും റിലേറ്റീവ്സും
പിന്നെ പബ്ലിക്കായിട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക എന്നാലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു മൈൻഡിൽ. പക്ഷേ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അത്ര കൂടുതൽ പേര് എന്നെ അറിയൊന്നുമില്ല, എങ്കിലും ഉള്ള ഈ ഒരു ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരാൾ പോലും നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും. ബിക്കോസ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഹാപ്പി വേറെ നമുക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അക്ബർ അയച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വിനിച്ചേട്ടൻ ഗ്രേഡ് ചെയ്തിട്ട് എപ്പോഴാണ് ഫ്രീ ആയിട്ട് അയച്ചു തരാമെന്നൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ബില്ലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ ബില്ലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബട്ടർ ചിക്കൻ അല്ല, അഫ്ഗാനി ചിക്കൻ, അതുപോലെ ഹണി ചിക്കൻ, പൊറോട്ട, അതുപോലെ എന്തായിരുന്നു ഇതിൻ്റെ പേര്, ബട്ടർ നാൻ, അത്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നൈസായിട്ടുള്ള എമൗണ്ട് ആയിരുന്നു കേട്ടോ, കൂടുതൽ ഹൈ എമൗണ്ട് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പക്കുട്ടനും ജിമ്പക്കുട്ടനൊക്കെ സ്റ്റെപ്പ് ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കണ്ടില്ലേ ബേബീനെ എടുത്തിട്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് നടന്നു വരുന്നുണ്ട്, പാവം, പതിയെ. എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പതിയെ, കാരണം എനിക്ക് ഹോസ്പിറ്റൽ അന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വൈകുന്നേരമാണ് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഈ ഔട്ടിങ്ങിന് വരുന്നത്. അപ്പോൾ കാലൊക്കെ നല്ല പെയിനായിരുന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അതേ ഫ്രണ്ടിൽ ഇവിടെ ഒരു വാട്ടർഫോളിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഫുള്ള് നനഞ്ഞു കേട്ടോ. ഒരു 10 മിനിറ്റ് ഫുള്ള് അവർ അവിടെ നിന്നിട്ടുണ്ടാവില്ല. പക്ഷേ അപ്പോഴേക്കും അവർ മേലൊക്കെ കളിച്ച് ആകെ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഓർമ്മ വന്നു, അയ്യോ നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ലല്ലോ, കാരണം ഒരു ഫാമിലി ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ഉള്ളിൽ ഭയങ്കര ഡിം ലൈറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഫ്രണ്ട് ഭാഗത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഈ പയ്യനെ കിട്ടി കേട്ടോ. അവനോട് ആദ്യം ചോദിച്ചപ്പോൾ പറ്റില്ല, തിരക്കാണ്, നല്ലൊരു മുഖഭാവമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഒറ്റ ഫോട്ടോ മതി, ഒരു ഫാമിലി ഫോട്ടോ മതി എന്ന് പറഞ്ഞ സമയത്ത് ആൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ പിള്ളേരുടെ കളിയുടെ ഇടയിൽ എല്ലാവരെയും പിടിച്ച് കൂട്ടി ഒരു ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജിമ്പക്കുട്ടിൻ്റെ സ്ഥിരം വാശി തുടങ്ങി. ആൾക്ക് ഇന്ന് അവിടെ നോമ്പ് തുറ ഫെസ്റ്റ് ഉണ്ട്, അവിടെ മൊയ്റ്റോസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അവൾക്ക് ബ്ലൂ കളറിൽ ഏതോ ഒരു മൊയ്റ്റോ വേണമെന്ന് പറഞ്ഞിട്ട് നല്ല വാശിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അത്രയും നേരം ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടെ കളിച്ച് കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് അടിപൊളി വാശി പിടിച്ച് എൻ്റെ നിന്ന് ഒരു കുഞ്ഞ് പിച്ചൊക്കെ കിട്ടി കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് അടിക്കാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ കുറച്ച് കാം ആൻഡ് ക്വൈറ്റ് ആയതുകൊണ്ട് ഒരു കുഞ്ഞ് പിച്ചേ കിട്ടിയുള്ളൂ. കുറച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അവളെ വാശി. പിന്നെ കൂടുതൽ സമയം അവിടെ നിന്നില്ല, കാരണം ഒരു നല്ല വെള്ളത്തിക്കളി വീണ്ടും തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ബേബീനെയൊക്കെ പൊക്കിയെടുത്ത് കുറച്ച് പാഴ്സലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പൊക്കിയെടുത്ത് അമ്മു. പിന്നെ ഈ 2 ബോട്ടിൽ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി ഈ ബോട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് ഈ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ 2 എടുത്തു വിട്ടു അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ തിരിച്ചു പോന്നു കേട്ടോ. പോകുന്ന ജിമ്പു നല്ല കരച്ചിലൊക്കെ ആയിരുന്നു പറഞ്ഞല്ലോ. പക്ഷെ വണ്ടി കയറി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഷടപടേ നടന്നുറങ്ങി കേട്ടോ. അപ്പവും പിന്നെ ഉറങ്ങി, എല്ലാവരും ഡിം എന്ന് പറഞ്ഞ് ഉറങ്ങി. വാമിക്കുട്ടൻ മാത്രം എനിക്ക് തോന്നുന്നൊരു ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. ബാക്കി 2 പേരും വേഗം തന്നെ ഉറങ്ങി കേട്ടോ. പിന്നെ കുഞ്ഞു ബേബി പിന്നെ അപ്പോൾ ഒരു കരച്ചിലുണ്ടായതേ ഉള്ളൂ. ബാക്കി ആൾ വലിയ സീനൊന്നും ആക്കിയില്ല കേട്ടോ. പിന്നെ ആളും കിടന്നു. പോരുന്ന വഴിയിൽ പലയിടത്തും നോമ്പ് തുറയുടെ കുറേ തിരക്കുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.